യെസ്, അപ്പം ഇന്നും നമുക്ക് ഊബറിനായിട്ട് രക്ഷയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി നല്ല രാത്രി എടുത്തെങ്കിലും വീണ്ടും ഒരു ചെറിയ സാധനം ഫിറ്റാക്കണ്ടായിരുന്നു. അതിന് രാത്രി അവിടെ കൊണ്ടുപോയിട്ട് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ എത്തുമായിരിക്കുമല്ലോ. അപ്പോൾ ഇറങ്ങി വെയിറ്റിംഗ് ഫോർ ദ ഊബർ. നമുക്കുള്ള വണ്ടി വന്നപ്പോൾ ഊബർ ഇറങ്ങി മെട്രോ സ്റ്റേഷനിലെത്തിയിട്ടോ. എത്തി, ലേറ്റ് ആയില്ല വായിക്കണം. അൽഹംദുലില്ലാ. ഇനി നേരെ നമ്മുടെ മെട്രോ പിടിച്ച് ട്രാം പിടിച്ച് നേരെ ഡ്യൂട്ടി. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് കാണാം. സൗത്തിൽ ഇറങ്ങണ്ടോ നോർത്തിൽ ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരിക്കൂല, ഇങ്ങനെ നടക്കും. സ്റ്റോപ്പ് മാറി ഇറങ്ങി. ഒന്നുമില്ല, ഒന്ന് കണ്ണ് ചിമ്മിയതുള്ളൂ. ഇറങ്ങേണ്ട സ്റ്റോപ്പും കഴിഞ്ഞ് വെച്ച്. എന്തായിരുന്നാലും കുറച്ചധികം നടക്കണം, അത്ര തന്നെ. ലുസൈൽ പുളിപാട് ഇവിടെ സെറ്റായി കേട്ടോ. ഇന്ന് കളി തുടങ്ങാനുള്ള എൻ്റെ ഭാഗമായിട്ട് ഫുൾ സെറ്റപ്പ് ചെയ്തു. യെസ് ഗൈസ്, അപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്കിന്ന് ഉച്ചക്ക് വിട്ട് ഗൈസ്. ഒന്നുമില്ല, പിന്നെ അറബ് കപ്പിൻ്റെ റീഷെഡ്യൂൾ. നേരെ മെട്രോ പിടിച്ച് വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ റൂമിലേക്ക് ഇറങ്ങി. നേരെ എന്ത് തന്നെയായിരുന്നാലും ഇന്ന് ഇറങ്ങിയത് മത്താർ കരീം സ്ട്രീറ്റിലാട്ടോ. നമ്മൾ നേരത്തെ വിട്ടുകൊണ്ട് തന്നെ വണ്ടി എടുക്കാൻ പോകണം. അപ്പോൾ ആശയുണ്ടെന്ന് പറയേണ്ട ആളെ ഓനെയും കൂട്ടിയിട്ട് ചോറും തിന്നിട്ട് വണ്ടി എടുക്കാൻ പോകാം. അതായിരിക്കും നല്ലത്. ഡ്യൂട്ടിക്കിടയിലും സമയം കണ്ടെത്തി ഷെൽപ്പിനെ കൂട്ടാൻ വന്ന ആ വലിയ മനസ്സിന് നന്ദി, കൃതജ്ഞത, സ്നേഹമാണ്. സ്നേഹം. ചോറ് തരുമോ? ഓൻ്റെ ഒരു സ്നേഹം നോക്കിയേ. ഞാൻ വണ്ടിയില്ല, ഞാൻ മെട്രോയിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞേരം ഞാൻ വരാൻ മുത്തേ എന്നെ കൂട്ടാന്നും പറഞ്ഞിട്ട് ഞാൻ എത്തി ഗൈസ്. എന്തായാലും ചോറ് നിന്നിട്ടെ, എന്നിട്ട് ഇവനെ കൂട്ടിച്ചിട്ട് വർക്ക്ഷോപ്പിൽ പോവാം. എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യണ്ട. വർക്ക്ഷോപ്പിൽ ജോലി മസ്റ്റ് മുത്തേ. പണീൻ്റെ അടുത്ത് ഫുള്ള് ഓടിട്ടോ ഗൈസ്. കോഴിക്കോടൻസ്, നമ്മളെ കോഴിക്കോടൻസ്. അല്ല, കോഴിക്കോടൻസിന്റെ ഇത് പ്രൊമോഷൻ കേട്ടോ. ഇത് ടേസ്റ്റ് ചെയ്താലേ ഞാൻ പ്രൊമോട്ട് ചെയ്യുള്ളൂ. ഇതാ പ്രൊമോഷൻ. എന്താ വെച്ചാ പീനട്ട് കാൻഡി നമ്മുടെ ഹോട്ടലിലൊക്കെ കാണുന്നില്ലേ, ഡെസ്കിലൊക്കെ നമ്മുടെ നാട്ടിലത്തെ ശരിയായ സാധനം. ഇപ്പം ഇങ്ങനെ പഠിച്ചാൽ ഒന്നെടുത്ത് കാണിച്ചു കൊടുക്കാൻ ഇത് ഒന്നെടുത്തട്ടയിൽ നിന്ന് കോഴിക്കോടൻസിന്റെ പീനട്ട് കാൻഡി വന്നിട്ടുണ്ട് ഗൈസ്. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും പറയാം. മാർക്കറ്റിൽ അവൈലബിൾ ആട്ടോ അല്ലേ? എല്ലാ റെസ്റ്റോറൻറ്റിലും ഫ്രണ്ട് ഡെസ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോഴിക്കോടൻസിന്റെ ഈ ഒരു പീനട്ട് കാൻഡിയും അതേപോലെ മറ്റേ ഇതും കാണാൻ പറ്റും. ഓക്കെ, വാങ്ങിക്കോ, ട്രൈ ചെയ്തോ. ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. കഴിക്കാണ്ട് അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങളൊരു ഇത് പ്രൊമോഷനാണ്. മാഷാഅല്ലാ, ഒരു രക്ഷ കേട്ടോ. നല്ല ക്രിസ്പി ടൈപ്പാണ് ഇത്. പിന്നെ അധികം ആൾക്കാർക്ക് ഫേവറേറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവൻ നാട്ടിൽ നിന്ന് ആൾക്കാരെ വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇങ്ങനത്തെ അല്ല, നമ്മുടെ നാട്ടിൽ കിട്ടും ഇത്. ബോട്ടിൽ തന്നെ കിട്ടും. അത് തന്നെയാണ് ഇവരിവിടെ ഇറക്കിയോ. ഇവർ ഓരോ പാക്കറ്റാക്കിയിട്ട് ഇറക്കി നമുക്ക് ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ലൂസ് പീസായിട്ട് കിട്ടുന്നുണ്ട്. അത് വാങ്ങാൻ പറയാനുണ്ട്. അടിപൊളി സാധനം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഹോട്ടലിൽ ഇൻഷാല്ലാ ഖത്തറിൽ ഹോട്ടലിൻ്റെ ഡെസ്കുകളിലൊക്കെ വൈകാതെ തന്നെ കോഴിക്കോടൻസിൻ്റെ ഈ പീനട്ട് കാൻഡിയും അതേപോലെ തന്നെ വേറെ സാധനം കൂടി ഉണ്ട്, ബാറ്, അതായത് ക്രഷ്ഡ് ബാറ്. ഈ സാധനം ഇത് നിങ്ങൾക്ക് കാണട്ടോ, ടേസ്റ്റാണ്, വാങ്ങി കഴിച്ചോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ പറയുന്ന കോഴിക്കോടൻസിൻ്റെ എന്ത് പ്രൊഡക്റ്റ് ആയിരുന്നാലും പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഈ സാധനമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഈ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടോ. അതിൽ വിളിച്ചിട്ട് ഹോട്ടലുകാരും ചെറിയ വക്കാല ഷോപ്പ് എന്ത് നടത്തുന്ന ആൾക്കാരായിക്കോട്ടെ, ഇനിയിപ്പോൾ ഹൈപ്പറും സൂപ്പറും ഏത് മാർക്കറ്റ് നടന്നാലും കോഴിക്കോടൻസ് ഫുള്ളോട് സാധനങ്ങളായിട്ട് ഈ ചെങ്ങായി ടൗണിൽ കൂടെ ഉണ്ടെന്നുണ്ട്. അപ്പോൾ വേണ്ട ആൾക്കാരിലതാ ഈ നമ്പറിൽ വിളിച്ചോ ഗൈസ്. ഇതൊരു പ്രൊമോഷനല്ല, നമ്മുടെ ചെങ്ങായിൻ്റെ തന്നെ നമ്മളെ ബന്ധപ്പെട്ട ആൾക്കാരെ എന്താണ് ബിസിനസ്സാണ്. അപ്പോൾ കടലും അങ്ങനെ ഇന്നത്തെ ഉച്ചഭക്ഷണം കണക്കാക്കി ജെയ്ത്തൂൺ ഇവനെന്തോ സ്പെഷ്യൽ കഴിക്കണം പോലെ ചട്ടിച്ചോറ തുറക്കിയറിയില്ല കഴിക്കാം. ചട്ടിച്ചോറ് ഭയങ്കര അവരോട് മാറി കഴിച്ചിട്ട് ഇപ്പോൾ പിന്നെ മറ്റേ ഞാൻ പറയുന്നോട്ട് എങ്ങനെയായിരുന്നാലും ഓരോ മട്ടനിലാണ് നടക്കുന്നത്. പ്രോൺസ് ചട്ടിച്ചോറ്. അപ്പോൾ ഇതൊന്ന് കഴിക്കണം കേട്ടോ.
വെറൈറ്റി ആണെന്ന് പറയുന്നത് കഴിക്കുകയാണ്. അതാണ് എനിക്ക് പ്ലേറ്റ് സമാധാനമില്ല. കഴിച്ചോ? അടിപൊളിയാണ് ഗൈസ്. അതിൻ്റെ റിസൾട്ടാണിത്. വേറെ റെസ്റ്റോറൻറ്റിലായിട്ടോ അല്ലെങ്കിൽ എന്നെ ചട്ടിച്ചോറ് തിന്നിക്കാനുള്ള പൂതി കൊണ്ടൊന്നുമല്ല. ഇവർ മട്ടൻ ബിരിയാണി തിന്നാണോ എപ്പം നോക്കിയാലും എന്നെ നിർബന്ധിക്കുക മട്ടൻ ബിരിയാണി കഴിച്ചോ മട്ടൻ ബിരിയാണി കഴിച്ചോ. ഞാൻ ഉണ്ടോ കഴിക്കുന്നു? സാധാ ചോറ് കഴിക്കണമെന്ന് നീയത്ത് വെച്ച് വയ്ക്കാൻ. എന്താ ചെയ്യലേ? ലൈഫ് അവൻ്റെ അല്ലോ. ഇതാ നടത്താൻ നോക്കത്തില്ല. അറിയാണ്ട് ചോദിക്കാന്നേ, ഇവരെല്ലാം ഇങ്ങനെ വെള്ളം അടിച്ച് വെക്കുന്നതിനാ പെയിൻറ്റ്? ഒക്കെ അറിയാം എന്തിനാന്ന് അത് പറ. നമ്മുടെ ദോഹയിൽ നമ്മുടെ ഓൾഡ് എയർപോർട്ടിൻ്റെ ഭാഗത്തുള്ള മരത്തുമ്മലെല്ലാം ഇങ്ങനെ കാണും. ചിലയിടത്തിലെല്ലാം കാണാം, ഇവിടെ കാര്യമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ജയിക്കാം. ഇപ്പോൾ കാണിച്ചു തരാം. കുറേ മരമുണ്ട്. മരത്തിൻ്റെ തായെല്ലാം ഫുള്ളായിട്ട് വെള്ളം അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണ് ഗൈസ്? ആർക്കെ അറിയാവോ? പറ, ആർക്കെ അറിയാവോ? പറയൂ. ഓക്കെ, കമൻറ്റ് ചെയ്യണേ. ഫ്ലൈ വീൽസിലേക്കാണ് നമ്മുടെ യാത്ര. ഫ്ലൈ വീൽസ് പോയിട്ട് നമ്മളെ വണ്ടി എടുക്കണം. 2:30 മണിയായല്ലോ, ഉറങ്ങണം. മസ്സലാമ. താങ്ക് യു വെരി മച്ച്. ഞാൻ വണ്ടി എടുത്ത് പോകണം. അവനോട് വിട്ട് നമ്മളെ വണ്ടി എടുത്ത് പോകട്ടോ. നമ്മൾ വണ്ടീൻ്റെ ഈ സാധനമൊക്കെ ഫ്ലൈ വീൽസ് എന്നാണ് നമ്മളെ പണി തീർത്തിട്ടോ ഗൈസ്. ഇതിലെടുത്ത് പറയേണ്ട ഒരു സംഗതി ഉണ്ട് കേട്ടോ. ഫ്ലൈ വീൽസ് നമ്മൾ സാധനവും കാര്യങ്ങളൊക്കെ വർക്ക്ഷോപ്പിൽ പണിയും കാര്യങ്ങളും കഴിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ 2-3 സാധനമാണെങ്കിലും, അതായത് ഇതിൻ്റെ ഹാൻഡിൽ, ഡോറിൻ്റെ ഹാൻഡിൽ, അതേപോലെ ബേക്കിൻ്റെ ഡിക്കീൻ്റെ ഒരു ജാക്ക്, ഈ സാധനം കിട്ടുക നമ്മൾ കുറേ ഇടങ്ങറായി കിട്ടും. അത് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളെ മലബാർ ഗ്യാരേജ്, അവിടെ ഈ ഇങ്ങനത്തെ ചെറിയ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് സുലഭമായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഈ പിക്ചറിൽ കാണുന്നതിന് കിട്ടും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടോ. വലിയ ഹെൽപ്പ് ചെയ്യാൻ കുറേ സൈസ് തപ്പിയെടുക്കുന്നു. അങ്ങനെ വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടിയൊക്കെ കിട്ടി റൂമിലേക്ക്. സമയം 3:30 മണി. യെസ് ഡ്യൂട്ടി ഷെഡ്യൂൾ മാറുമെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാലും അത് വീണ്ടും ഷെഡ്യൂൾ മാറി. നോർമൽ ഷിഫ്റ്റ് തന്നെയായി. റൂമിലെത്തി ഫ്രഷായി. നൈറ്റ് ഒരു മീറ്റിംഗ് ഉണ്ട്, അങ്ങനെ ഇറങ്ങിക്കാം. അങ്ങനെ ഫൈനലി ആ മീറ്റിങ്ങും കഴിഞ്ഞ് റൂമിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ ദിവസം ഇടാം.